സൺസ്ക്രീൻ ഓയിൻമെന്റ്സ് അല്ലെങ്കിൽ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ക്രീംസ് ഒക്കെ ധാരാളം ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പലരും പറയുന്നത് വീട്ടിനകത്തിരിക്കുമ്പോൾ പോലും ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിരിക്കണമെന്നാണ്. ചിലർ പറയുന്നത് പുറത്തു പോകുമ്പോൾ ഇതില്ലാതെ ഇറങ്ങരുതെന്ന് പറയുന്നു. പക്ഷേ ധാരാളം വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ത്വക്കിന് പിന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ ഇടവരുത്തും, ഏറ്റവും കേടാണ് ശരീരത്തിനൊക്കെ എന്ന് പറയുന്നു. ഇതിലെവിടെയാണ് വസ്തുതയുള്ളത്? നമ്മള് വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആരും വണ്ടി എടുത്ത് പുറത്തിറങ്ങാതെ ഇരിക്കാറില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യന്നെ വേണം. എപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു തെറ്റായിട്ടുള്ള ശീലമാണ് ബിപിക്ക് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഷുഗറിന് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഗുളിക കഴിക്കാതിരിക്കും. എന്നാൽ ഈ സൈഡ് എഫക്റ്റിനേക്കാൾ 100 ഇരട്ടി പ്രശ്നങ്ങളാണ് ഈ പ്രമേഹവും ബിപിയും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാതെ എന്തോ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മലയാളികൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റുകളിൽ നല്ലൊരു ശതമാനം കമന്റുകളും ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്നും നമുക്കിടയിലുണ്ട്. അതല്ല, ഒരു ബേസിക് നമ്മുടെ സ്കിൻ കെയറിന് നമ്മൾ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട രണ്ട് വസ്തുക്കളാണുള്ളത്. ഒരു മോയ്സ്ചറൈസറും അതുപോലത്തെ ഒരു സൺസ്ക്രീനും. ഇനി മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു സൺസ്ക്രീൻ ഇടാതെ കുട്ടികൾക്ക് വരെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതിൽ തന്നെ സൺസ്ക്രീൻ നമ്മൾ ഒരു തവണയല്ല, എവറി 4 to 5 അവേഴ്സ് നമ്മൾ റീ അപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അതിൽ തന്നെ ഞാൻ ഇട്ട ടോക്ക് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും SPF മാത്രം നോക്കി സൺസ്ക്രീനുകൾ വാങ്ങുന്ന ആളുകളാണ്. SPF 40, 50 അങ്ങനെയല്ല. നമ്മൾ PA എന്ന് പറയുന്ന SPFും PA രണ്ട് ഘടകങ്ങൾ നല്ല സൺസ്ക്രീനുകളുടെ പുറത്ത് അത് രണ്ടും എഴുതിയിട്ടുണ്ടായിരിക്കും. UVA റേസിനും UVB റേസിനും എഗെയിൻസ്റ്റ് ഉള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ സൺസ്ക്രീനുകളിൽ ഈ SPFും അതുപോലെ തന്നെ PA എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ അത് നല്ല PA അറ്റ്ലീസ്റ്റ് 3+ എങ്കിലുമുള്ള 3+ ഓർ 4+ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം 3+ ഉള്ള സൺസ്ക്രീനുകളാണ് നമ്മൾ വാങ്ങേണ്ടത്. SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മിനിമം 50 എങ്കിലുമുള്ള സൺസ്ക്രീനുകൾ നമ്മൾ വാങ്ങണം. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരിക്കലും സൺസ്ക്രീനുകൾ, പലരും പറയുന്നത് കേൾക്കാം, ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടും എന്റെ സ്കിൻ ടാൻഡ് ആയല്ലോ എന്ന്. പലരും വിചാരിക്കുന്നത് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന്, നമ്മൾ സൺ എക്സ്പോഷർ, ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിൻ ടാൻ ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുവാണ് സൺസ്ക്രീൻ ആണ്. അല്ല, സൺസ്ക്രീൻ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊരു മെഡിസിൻ പോലെ ഉപയോഗിക്കേണ്ട, നമ്മുടെ സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ട ഒരു മരുന്നിനെ പോലെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില്. ശരിയാണ്, അത്യാവശ്യം നല്ല സൺസ്ക്രീന് നല്ല വിലയുണ്ട്, അതെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷെ പറ്റുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 2 നേരമെങ്കിലും സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. നല്ല രീതിയിൽ UVB UVA റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് അത് സഹായകമാകും. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ മുറിയിലുള്ള ലൈറ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റുകൾ, മറ്റ് ഫ്ലൂറസൻ ലൈറ്റുകൾ, ഇതിൽ നിന്ന് പോലും UV റേസുകൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോ സൺലൈറ്റിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ, 12 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അറ്റ്ലീസ്റ്റ് പുറത്തു പോകുന്ന സമയത്തെങ്കിലും അവർക്ക് സൺസ്ക്രീന് ഉപയോഗിക്കണം.